കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസിൽ ടിടിയെ മർദ്ദിച്ചെന്നു പരാതി. ടി ജയേഷിനാണ് മർദ്ദനമേറ്റത്. കേസിൽ സൈനികനും കൊല്ലങ്കോട് സ്വദേശിയുമായ രതീഷിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, പലപ്പോഴും ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുമ്പോൾ, പരിശോധിക്കാൻ വരുമ്പോൾ ടിക്കറ്റ് ഇല്ലാത്തവർ ആക്രമിക്കുന്നു, ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സൈനികൻ കൊല്ലംകോട് സ്വദേശിയാണ്, സൈനികൻ തന്നെയാണ്. അപ്പോൾ ഈ സൈനികൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയത്? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ടിയെ മർദ്ദിക്കാൻ കാരണം എന്താണ്? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസിൽ ഇന്ന് വൈകിട്ടാണ് ടിക്ക് മർദ്ദനമുണ്ടായിരിക്കുന്നത്. ഈ സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ 4 അംഗ സംഘത്തിനോട് ഈ ടിക്കറ്റ് ചോദിച്ചിരുന്നു. ഇതിൽ ഇവരുടെ പക്കലുണ്ടായിരുന്നത് ജനറൽ ടിക്കറ്റ് ആണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ടിയും ഈ 4 അംഗ സംഘവുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ഇതിൽ ഒരാൾ ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് മറ്റ് ടിമാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഈ പാറശാലയ്ക്കും നെയ്യാറ്റിൻകരയിലും ഇടയ്ക്ക് വച്ചാണ് ഇത്തരത്തിൽ മർദ്ദനമുണ്ടായത്. തുടർന്ന് പാറശാല പോലീസ് സ്ഥലത്തെത്തി. ഈ ഘട്ടത്തിൽ ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. നിലവിൽ ഈ ആക്രമണം നയിച്ച ഈ ഒരു സൈനികനെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൊല്ലങ്കോട് സ്വദേശിയായ രതീഷ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ വലിയ രീതിയിൽ ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മർദ്ദനമേറ്റ ടിയെ നിലവിൽ പേട്ട റെയിൽവേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സൈനികരിൽ നിന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചും നിലവിൽ അന്വേഷണം നടന്നു വരുന്നുണ്ട്. സ്മിത. യെസ്.